അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു പഴയ കിടക്കുന്ന ഒരു നമ്മുടെ കേസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ, ഇതൊക്കെ യെല്ലോ കളറായി, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പക്ഷേ എൻ്റെ ഫോണിൻ്റെ മോഡലിൽ വ്യത്യാസമുണ്ട്. എൻ്റെ ഫോൺ റിയൽമി 14 Pro Plus ആണ്. പക്ഷേ അതിൻ്റെ സ്യൂട്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. മുകളിൽ കുറച്ചൊരു ഇത് വ്യത്യാസമുണ്ട്. പിന്നെ ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സൈസിൻ്റെ ഒരു പ്രശ്നം വരും. ഇച്ചിരി കൂടി ടോളാണ് എൻ്റെ ഫോണിനുള്ളത്. ഇത് റിയൽമി 12 Pro Plusൻ്റെ കേസാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഒന്ന്, ഇത് കേസ്, ഒരു കത്രിക, പിന്നെ ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ പഴയ ടൈഗർ ബാമിൻ്റെയൊക്കെ ബോക്സ് ഉണ്ടാവില്ല, ചെറിയ ബോക്സ്, അത് ഒന്ന് ഇൻസുലേഷൻ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി എടുത്തേക്കുന്നതാണ്. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് ചെയ്യാം. നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസുലേഷൻ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി എടുത്ത് വെച്ചേക്കണേണ്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഫോൺ, മറ്റേ കത്രിക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ സാധനം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ അഡീസീവ് ടേപ്പാണ് വേണ്ടത്. ഓക്കെ, ഇത്ര വലിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ടൈറ്റാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഈ ഒരു മുകളിലത്തൊരു പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ മുകളിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വലിയ പ്രശ്നമില്ല, നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മൾ പേഴ്സണൽ യൂസിനാണ്, അതിപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഇത് ഊരേണ്ട വരും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സ്യൂട്ടാവുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെറ്റാണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് താഴെ കൂടി ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചും കൂടിയൊക്കെ ഒന്ന് അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെയും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പെർഫെക്ഷൻ ആക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ. അത്യാവശ്യം പെർഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, പിള്ളേരെ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, വേറെ അഡൾട്ടിൻ്റെ സൂപ്പർവിഷനിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രിപ്പും കിട്ടും എന്നാണ് തോന്നുന്നത്, കിട്ടണ്ടാണ്. ഓക്കെ, നമ്മളെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ആ ഒരു ഇത് കറക്റ്റല്ല വന്നേക്കാൻ, മറ്റേ നമ്മുടെ സർക്കിൾ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് നമുക്കത് കട്ട് ചെയ്തുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിന്മേൽ നൂലെടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് ഡബിൾ അഡീസീവ് വെച്ച് ഒട്ടിക്കലാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി വെക്കാം. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഏകദേശം ഒരു പ്ലേസ്മെൻ്റ് ഒരു നടുക്ക് ഇവിടെ ഇങ്ങനെ ആക്കാം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെക്കാം. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കിയാൽ മതി. അത് ഇങ്ങനെ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ വെക്കാം, ചെരിച്ചും വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനത്
ഇവിടെ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഫിക്സായി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫോൺ എടുത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, നമ്മൾ ഫോൺ വെക്കുവാണെങ്കിൽ കണ്ടോ അത്യാവശ്യം സ്റ്റാൻഡായിട്ട് കിട്ടിയിരിക്കുന്നത് കണ്ടോ. നമുക്ക് ചെരിച്ചും വെക്കാം, പിന്നെ നേരെ വെക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് ആ ഒരു സാധനം നമുക്ക് വെറുതെ വന്ന സാധനം നമുക്ക് യൂസ്ഫുൾ അങ്ങനെ ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ പഴയത് നിങ്ങൾക്ക് ഇങ്ങനത്തെ യെല്ലോ അയക്കണ കേസൊക്കെ ചിലപ്പോൾ കിട്ടും സെയിം ആണെങ്കിൽ. അപ്പോൾ പിന്നെ അത് സുഖമായിട്ട് ഫിറ്റായിട്ട് ഇരുന്നോളും. കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് യൂട്യൂബൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം. പിന്നെ വേറൊരു ട്രിക്ക് കൂടി ഉണ്ട്, നമുക്ക് ഈ ബാക്കിലുള്ള സാധനത്തിൽ ഇച്ചിരി കുറച്ച് മിറ്റലാണ് എന്തെങ്കിലും കല്ലൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു കനം കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല, അപ്പോൾ അതിൽ നേരെ ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരുപാട് ഇട്ടത് കുറച്ചിടാമുള്ളൂ. ഓക്കെ, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു റിയൽമിയുടെ സ്മാർട്ട് ഫോണാണ്. റിയൽമി 14 Pro Plus ആണ്. അപ്പോൾ ഇതിൻ്റെ ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ഫ്യൂച്ചറിലുള്ള ഡിഫറെൻറ്റ് ട്രിക്സൊക്കെ കിട്ടാനായിട്ട് ദയവായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.